ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി കടന്നു പോകുക. ആയിഷ ബീവി ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇല്ല നബിയെ, ഇപ്പം പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യ മടിത്തട്ടിൽ കിടന്നിട്ട് പറയുമ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, അല്ലാഹുവേ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആയിഷ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. ചരിത്രം പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സന്തോഷം കാരണം ചിരിച്ച് മടിയിന്ന് താല വീണു. മടിയിൽ തലവെച്ച് കിടന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് സന്തോഷം കാരണം താഴെ വീണു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആയിഷ, നിനക്ക് വല്ലാത്ത സന്തോഷമായോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ. എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, നിനക്ക് മാത്രമല്ല ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യുമായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്തതെന്നറിയുമോ? ഈ ലോകത്ത് കടന്നു വരുന്ന അവസാനത്തെ മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്തേക്ക് കടന്നു വരുന്ന അവസാനത്തെ മുസ്ലിമിന് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ 5 നേരം നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നൊന്തുപറ്റ മക്കൾക്ക് വേണ്ടി സ്വന്തം 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അതാ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയ്ക്ക് ദുആ ചെയ്യുവോ? രാവും പകലും രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ടിട്ട് ഞാനും നിങ്ങളും മക്കളെ വളർത്തിയല്ലോ. ഈ വളർത്തിയ മക്കൾ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? പക്ഷേ പ്രവാചകൻ അങ്ങനായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും വല്ലാത്ത സ്നേഹമാ. വല്ലപ്പോഴെങ്കിലും സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ 63-ാമത്തെ വയസ്സ് വരെ ദുആ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ്. പുണ്യനബി നമ്മളോട് കാണിച്ച സ്നേഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഖബർ സാൽ നിന്ന് ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? എന്റെ സഹോദരങ്ങളെ എന്നാണ് തമ്പുരാനെ ഞാൻ കാണുന്നത്? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, പ്രവാചകനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ, അങ്ങയുടെ കൂടപ്പിറപ്പ് ഞങ്ങളല്ലേ, അങ്ങയുടെ സഹോദരങ്ങളെ ഞങ്ങളല്ലേ, പിന്നെ ആരെയാണ് തിരയുന്നത്? ആരെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളല്ല, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. എന്റെ കൂടപ്പിറപ്പുകൾ നിങ്ങളല്ല. പിന്നെ ആരാ നബിയേ? പിന്നെ ആരാ നബിയേ? സഹാബാ, ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവര് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല, അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല. അവന്റെ വാപ്പയെക്കാല്, അവന്റെ ഉമ്മയെക്കാല്, അവന്റെ ഭാര്യ മക്കളെക്കാല്, അവന്റെ സർവ്വതിനേക്കാല്, എന്തിനവന്റെ ജീവനേക്കാല് എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവരാണ് എന്റെ കൂടപ്പിറപ്പ്, അവരാണ് എന്റെ കൂടപ്പിറപ്പ്. അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ ഞാൻ കാത്തിരിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ജീവനക്കാൽ സ്നേഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ കൂടപ്പിറപ്പുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ മുത്തുനബി കാത്തിരിക്കുന്നത്. അള്ളാഹു ആ കൂടപ്പിറപ്പുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ഹൗദുൽ കൗസറിന്റെ ചാരത്ത് പ്രതീക്ഷയോടെ കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് എന്റെ കൂടപ്പിറപ്പുകൾ എവിടെ എന്ന് കാത്തിരിക്കുന്ന ആ അടിമകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ.